Hello guys. Welcome to episode number 2 of the world Gangster World. Actually, I first episode and second episode I shoot it. But I don't know നമുക്ക് അയണ് തപ്പി തുടങ്ങാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്ന ലുട്ടാപ്പി പോലെ ഞാൻ അവിടെ നിർത്തി. എനിക്ക് എല്ലാ എപ്പിസോഡും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ലുട്ടാപ്പി പോലെ പോയില്ലെന്നാണ്. അയ്യോ ബീഫ് പച്ചക്കെങ്കിൽ പച്ചക്ക് ഒരു മുമ്പ് പൂരി മാറി ശരിയാവില്ല. പല സാഹചര്യങ്ങളിലും കോൾ ആവശ്യം വരും അല്ലേ? അന്നത്തെ എപ്പിസോഡിൻ്റെ ഒരു ഗോൾ എന്താണെന്ന് വെച്ചാൽ ഫുള്ളാണ്. അപ്പം അടുത്ത എപ്പിസോഡിൽ തന്നെയാണ് നമ്മൾ വീടുണ്ടാക്കാൻ പോണത്. ഇന്നെങ്ങാനും ഇത് റെഡിയാവുമോടെ ഗായ്സ്. ഫ്ലാറ്റായ സാധനം ഇവിടെ മോനെ സെറ്റ് സ്ഥലത്തും ഇവിടെ എങ്ങാണെങ്കിൽ വില്ലേജ് ഉണ്ടാവും. കാരണം നമ്മൾ സോംബിക്കായിട്ട് വില്ലേജൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ. ഞാൻ ഇവിടെ നല്ല ഒച്ചത്തിൽ പറഞ്ഞാലേ അവിടെ എന്താണെന്ന് കുറച്ചെങ്കിലും ആയി കേൾക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ എൻ്റെ വീഡിയോകളൊക്കെ നോക്കി ഇങ്ങനെ സൗണ്ട് ആയില്ലേ? ഓ ഫേസ് ഭയം അവിടെയാണ്. അല്ല നമ്മൾ എന്താപ്പിയ പോകുന്നു പറയുമ്പോൾ ഒരു അയൺ ബോളൊക്കെ ഉണ്ടെങ്കിൽ സെറ്റായിരുന്നു. അയണേ എൻ്റെ അമ്മ അത്ര പണി. കൊണ്ട് നീന്തിപ്പോണു അങ്ങനെയുള്ള സങ്കടം. വീണ്ടും തുടരും നമ്മൾ, ഇവിടെ വീണ്ടും തുടരും നമ്മൾ, ഇവിടെ വീണ്ടും തുടരും നമ്മൾ. പക്ഷെ ഞാനൊക്കെ ഒരു ഷോർട്ട് അപ്ലോഡ് ചെയ്ത് ഷോർട്ടൊക്കെ അപ്ലോഡ് ചെയ്യണം. പക്ഷെ എപ്പോഴാണോ ഉറപ്പുമില്ല. ഞാൻ എന്താ കണ്ടല്ലോ അയൺ അയൺ കിട്ടി. ഞാൻ പറഞ്ഞില്ലേ മറ്റേ കോളൊക്കെ ആണെങ്കിൽ കുടിക്കുന്നതോറും അടിക്കുന്നുണ്ടാവും. വീണ്ടും ഇല്ലേ 5 ഡയോറേറ്റ് അല്ല ഗ്രാനൈറ്റ് അതൊക്കെ മതി. അധികം ബ്ലോക്കൊന്നും വേസ്റ്റ് ആക്കണ്ട. എപ്പിസോഡിലൊക്കെ തപ്പിയപ്പോൾ എന്ത് പണി നിബന്മാരൊക്കെ കണ്ടുപിടിക്കാം അല്ലേ? ഇനി അവിടെ എന്തെങ്കിലും ഉണ്ടോ? അയണേ മച്ചാനെ നിങ്ങൾ പോര്. ഒളിച്ച് നിൽക്കൊന്നും വേണ്ട മച്ചാനെ, അങ്ങോട്ടങ്ങ് പോരുക. ഇതാ ഞാൻ പറഞ്ഞില്ലേ ഒളിച്ചിക്കാണ്. അവിടെ കണ്ടാവും കേവിൽ പോയ ഇഷ്ടമായി ആളും കിട്ടും. പക്ഷെ ഞാൻ ഒരു കാര്യം ഓർത്തുകൊണ്ട് മാത്രമേ പോകാം. ഞാൻ വെറുതെ പോയി ചാവണിക്ക് വയ്യ. ഈ ക്രീപ്പർ സോംബിന്നൊക്കെ വെച്ചാണ്ടല്ലോ ഉണ്ട് എനിക്ക് ആരോട്. അയണാർമാർക്കാണെങ്കിൽ പിന്നെ ഒത്തിരി പ്രശ്നമില്ല, അടിച്ചു കൊല്ലി ഞാൻ എല്ലാത്തിനും. അങ്ങനെ ആർമർ ടൂൾസൊക്കെ ആയണ്ടല്ലോ എല്ലാത്തിനും ഞാൻ അങ്ങോട്ട് തീർക്കും. എന്നാലും ലുട്ടാപ്പി കാണിച്ചു അതൊക്കെ സങ്കടമുണ്ടോ? ഞാനെൻ്റെ വീഡിയോ ആണ്. അത് കുറച്ച് പേരുടെ കാണും. റോബ്ലോക്സിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് 4 പേര്. അത് കുഴപ്പമില്ല, നമുക്ക് സെറ്റാക്കാൻ വ്യൂസൊക്കെ രാത്രി വേണം ആയിക്കോ, എനിക്ക് പ്രശ്നമില്ല. ഞാൻ വന്ന ചുറ്റിക്കറങ്ങും. ഞാൻ സ്നോ ഭയമല്ലേ, അവിടെ ഉണ്ടാവാമല്ലോ, മഴകളൊക്കെ ഉണ്ടല്ലോ, രാത്രിയാവാൻ. ഈ ഒരു ക്ലൈമറ്റ് സെറ്റ് ക്ലൈമറ്റ്. എന്താ ഇനി നമ്മൾ ഒന്ന് കുറച്ച് നോക്കണേ. അയ്യോ രാത്രിയായി. ഇവിടെ സ്റ്റേ പറയേ ഇപ്പോൾ ഉറങ്ങി. അതാണ് സെക്കൻഡുകൾ കൊണ്ട്
രാവിലെ തൊട്ട് രാത്രിയാവും. അതാണ് മൈൻഡ്. ഓ മൈക്കെ എന്തോ സെറ്റപ്പ് ഗുണാക്കിയോ ഉണ്ട് കാണാൻ. വേറൊക്കെ ഉണ്ട് ഇവിടെ. അവിടെ മറ്റേ ചില സംഭവമുണ്ട്. എന്തായാലും അതിൻ്റെ പേര് കിട്ടുന്ന എന്തോ വേറെ സംഭവം. അങ്ങനെ നമ്മൾ പോയാലെന്താ ആ അടിയിൽ പൊട്ടുകൊണ്ട് സ്മെല്ല് അതൊക്കെ ഉണ്ടാവും. വെറുതെ പോയി ചാവാനൊക്കെ ഉണ്ടാവും. ഞാൻ പറയാം എത്രയുണ്ട് ടോട്ടൽ 6 ഉണ്ടാക്കാനുള്ളതായിട്ട്. ഉണ്ടാക്കാനുള്ളതില്ല. ഒരു ഷീൽഡ് ഉണ്ടാക്കാനുള്ളതുണ്ട്. ഒരു ഷീൽഡും ഒരു ബോട്ടും ഉണ്ടാക്കാനുള്ളതുണ്ട്. ഷീൽഡ് ഉണ്ടാക്കാൻ ഒരാൾ, പിന്നെ ബാക്കി അപ്പോഴും ഒരാളെന്ന് വരും. ഒരായം കൊണ്ട് വീണ്ടും 2 ഷീൽഡ് ഉണ്ടാക്കും. ഒറ്റ വഴിയുള്ളൂ. അതിനൊന്നും ഒരിക്കലല്ല. ഡയറക്റ്റും വേണ്ട. ബല്ലേ 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 ഞാനെടുത്ത് ചാടണു. എന്തൊക്കെയോ ഫിഷ്. ഞാൻ ആർക്കറായ പിന്നെ എനിക്ക് പേടിയില്ല. അല്ല നാച്ചുറലായിട്ടൊക്കെ ആയണ്ടല്ലോ മക്കളെ. ഒരു ഡയമണ്ട് ആയാലും മതി. ഒരു വില്ലേജ് പോയിനത്ര ഒരു ചെസ്റ്റിൽ നിന്ന് 2 സ്റ്റാക്ക് ഡയമണ്ട് കിട്ടുന്നത്ര പൊളിക്കൂല്ലേ. പക്ഷെ കിട്ടുമല്ലോ എന്തായാലും. അങ്ങനെ കിട്ടാനേ പോകുന്നില്ല. ഓ ഭാഗത്തോട്ട് പോകുന്നു പറഞ്ഞാൽ ശരിയാവില്ല. പറയണില്ല. അതുകൊണ്ട് ഞാൻ സാമ്യ അയ്യപ്പോ അയ്യപ്പോ സാമ്യ ശബരിമല കയറും ഞാൻ. ഇതെന്തൊരു ശബരിമല അല്ല, ഇതൊന്ന് മൗണ്ട് എവറസ്റ്റ് കയറിയിട്ടും തീർന്നില്ല. അത് ഞാൻ ഇനി താഴ്ക്കിന് പോകും. മൗണ്ട് എവറസ്റ്റാണ്. ഇതിന് മൗണ്ട് എവറസ്റ്റിനാണ് വലിയ മലയാളം. പിന്നെ അല്ലേ മൗണ്ട് എവറസ്റ്റൊക്കെ ഇവിടെ വെച്ചേക്കുമ്പോൾ ഇതൊരു എൻഡ്ലെസ് ആണ്. പക്ഷെ മൈൻക്രാഫ്റ്റ് ലൈറ്റ് ഉണ്ട് വേറെ. അതിൽ എൻ്റെ ആണ് വേൾഡൊക്കെ കുറച്ച് ദൂരം ഉണ്ടാവും. എൻ്റെ വേൾഡ് അവിടെ പോയി നോക്കാം. അല്ല ഞാൻ ഇവിടെ വലിയ കേവാണ് കയറ്റിയിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഞങ്ങളെ മറ്റേ പുലിക്കാരുണ്ട്. ഞാൻ വന്ന ബേസ് സ്ഥലമൊക്കെ എവിടെയുണ്ടോ ജോലി വന്നത്. ബേസും ഉണ്ടാക്കിയിട്ടില്ല. ബേസൊക്കെ ഉണ്ടാക്കി ഉദ്ദേശിച്ച സ്ഥലമൊക്കെ എവിടെ ഉണ്ട്. അവിടെ കിട്ടിയില്ലെങ്കിൽ അവിടെ സ്ഥലമൊക്കെ അല്ലേ ഇവിടെ ഉണ്ടാക്കാം അല്ലേ. കോർഡിനേറ്റൊക്കെ പിന്നെ നല്ല എന്ത് ചാടിക്കണക്കല്ലോ. അവിടെ തുടങ്ങി ഒച്ചയും ബഹളവും. ഞാൻ ബോസാക്കിയിട്ടല്ലോ. ഓ ചത്തേ ഇല്ല ചത്തില്ല. എപ്പിസോഡിൽ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്. ഇത് നമുക്കിവിടെ എന്താണ് 1 മിനിറ്റ് 9 മിനിറ്റ് ഈ വീഡിയോ തുടങ്ങിയിട്ട്. ഇതൊക്കെ എഡിറ്റ് ഷോർട്ടാക്കണ്ടേ? ഷോർട്ടാക്കല്ല സ്പീഡാക്കലും അധികം കാര്യങ്ങൾ ചെയ്യാം. എൻ്റെ അവിടെ ക്രാഫ്റ്റിൻ്റെ ടോർച്ച് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. ടോർച്ച് അടക്കട്ടെ.
എന്ത്? ഓ അയൺ. ഗായ്സ് അയൺ കിട്ടിയിരിക്കണം. ഞാൻ ഈ വെള്ളം ലൂത്താപ്പി പോലെ തന്നെ മാതിരി ഒരുമാതിരി ആക്കില്ല, ചെറിയ ചോറാക്കില്ലേ. അപ്പോൾ ഇപ്പം എത്രയാണ് ടോട്ടല്? 9 അയണായി. അങ്ങനെ തന്നെ അയൺ ഉണ്ടാക്കുക. ഇവിടെ വാട്ടറാണ്, നോക്കിയിട്ട് കാര്യമില്ല. പോകുമ്പോ മച്ചാ സുഖല്ലേ? മച്ചാ സുഖല്ലേ? മച്ചാൻ സുഖമാണ്, അതാണ് പാടായത്ര. ഇത് 2 ടോർച്ചൊക്കെ 1 ടോർച്ചോ. ഈ ടോർച്ച് ഞാൻ ഇങ്ങോട്ട് അല്ല മക്കളെന്തെങ്കിലും ഞങ്ങൾക്ക് പോകേണ്ട അടുത്ത സ്ഥലത്തേക്ക് അല്ലേ? എവിടെ എത്തിയോ ചിക്കൻ പറഞ്ഞോ? 36. ഇതെന്താ മൈ കഷ്ടകാലം. അടുത്തങ്ങനത്തെ ഒരു കേവിൽ ഒരു 100 അയണൊക്കെ കിട്ടാണെങ്കിൽ എന്താ പൊളിക്കൂല. കിട്ടിയത് തന്നെ. പിന്നീട് 36 അയണുമാണ് കിട്ടേണ്ടത്. 100 അയണായി. അപ്പോൾ 100 അയൺ ഒരു കേവ് 100 അയൺ കിട്ടിയാൽ സെറ്റായിരിക്കും. 100 അയൺ വേണ്ട, ഒരു 50 അയൺ. നമുക്കിപ്പോൾ 50 അയണിൻ്റെ ആവശ്യമില്ല. 6 ടൂൾ എന്നിവ ഉണ്ടാക്കാൻ മാത്രം ഞാൻ ഇപ്പോൾ സീൽഡ് ഉണ്ടാക്കുക. സീൽഡെല്ലാം ഇപ്പം തന്നെ ഉണ്ടാക്കുക. അതിന് നമ്മളാദ്യം ഫർണസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതൊപ്പിക്കണം. അല്ലാതെ എന്താ പറ്റാത്തക്ക്? ഓ ഏത് എന്തും അല്ല ക്രാഫ്റ്റിംഗ് ടേബിൾ. ഇപ്പോൾ ഫർണസിന് കണ്ടില്ല, 3 ഫർണസ്. പക്ഷെ നമുക്കൊരു ഫർണസ് ധാരാളം. ഗെയിം റൂളൊക്കെ തെറ്റിച്ച് നോക്കും. ഗെയിമിൻ്റെ റൂളൊക്കെ അതാണ് ഞാൻ വീണ്ടും ഡസ്റ്റ് എടുത്ത് വെക്കണം. എനിക്കെന്താ എന്തോ ഒരയണൊക്കെ അതിന് 40 സ്ഥലം കിട്ടും. ഓ കോർഡിനേറ്റ് നമുക്ക് അപ്പോൾ ക്രാഫ്റ്റിംഗ് ടേബിൾ നമ്മളവിടെ ഒരു ഷീൽഡ് ഉണ്ടാക്കാലോ. ഒരു ഷീൽഡ് ഉണ്ടാക്കിക്കൂടെ? ഒരു ഷീൽഡ് ഉണ്ടാക്കാലോ. ഒരു ഷീൽഡ് ഉണ്ടാക്കിക്കൂടെ? ഒരു ഷീൽഡ് ഉണ്ടാക്കാലോ. ഒരു ഷീൽഡ് ഉണ്ടാക്കിക്കൂടെ? ഒരു ഷീൽഡ് ഉണ്ടാക്കിക്കൂടെ? ഒരു ഷീൽഡ് ഉണ്ടാക്കിക്കൂടെ? നമ്മളെന്തുണ്ടാക്കും? അയണിൻ്റെ സോഡ് നമ്മളുണ്ടാക്കും. ഈശ്വരോ എൻ്റർമാൻ എങ്ങാനുണ്ടോ? അതിനുള്ളതല്ലേ, എന്തായാലും 3 കൂടി ആവട്ടെ. പിക്കാസ് ഉണ്ടാക്കും. പക്ഷെ ഇതൊക്കെ നമ്മളിപ്പോൾ സേഫാക്കി, അല്ലെങ്കിൽ അടിച്ച് പോവല്ലോ നമ്മൾ. സത്യം പറഞ്ഞാൽ ഈ ആയെന്ന് ഒരു കഴിയുമ്പോഴേക്ക് ഇത് ഫുള്ള് കഴിയുമ്പോഴേക്ക് സെറ്റ് ആയില്ലേ? 10 ഉണ്ട്. ആയ നമുക്കൊരു എന്തെങ്കിലും ഉണ്ടാക്കാം. പിന്നെ ഇത് ഫർണസ് പിക്കാസം കൊണ്ട് തോന്നുന്നു. അതിൻ്റെ പിക്കാസല്ല
നമ്മളിത്ര പെട്ടെന്ന് പൊട്ടിച്ച് അന്തവേഗം പൊട്ടും. പിക്കാസാണ് എൻ്റെ പിക്കാസൊക്കെ തരില്ല. പക്ഷെ ഞാനിപ്പോൾ ആർമറായാൽ എനിക്ക് സമയമാവും. അപ്പം ഇപ്പം സമയം എത്ര? രാത്രി തന്നെ. ഓ ബോണ്ടേ എനിക്കൊരു കൂട്ടാണ്. ഇവൻ പറഞ്ഞ സീനാലോ പറങ്ങാണ്ട് ഇനി ഇറങ്ങാലോ. സ്ലീപ്പിംഗ് ത്രൂ ദ നൈറ്റ് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു ഈ രാത്രി. ഞാനൊരു കാര്യം ചെയ്യുന്നു, അയൺ കണ്ടുപിടിക്കാൻ പോകും. താറ്റ വരാം. പിന്നെ ഒരു കാര്യം ഞാൻ അയൺ കണ്ടിട്ട് വരാം. ഹലോ ഹലോ ഹലോ. അങ്ങനെ നമ്മുടെ യാത്രയിലൂടെ നമ്മൾ കണ്ടെത്തി 56 എന്താ പണിയെന്നൊക്കെ വെച്ചാൽ കത്തിക്കുക, ആർമറാവുക, പൊളിക്കുക. അയ്യോ അതല്ല, ഇതെന്ത് ഫ്ലിൻറ്റോ? ഫ്ലിൻറ്റ് എപ്പോഴൊക്കെ കിട്ടി? ഇക്കൊന്നും ഓർമ്മയില്ല ഫ്ലിൻറ്റ് എപ്പോഴൊക്കെ കിട്ടി. സ്റ്റോൺ വയ്ക്കും. സ്റ്റോൺ വയ്ക്കും. 56 അയൺ. അതൊക്കെ എന്തായാലും ആകാശത്തിൻ്റെ സൗന്ദര്യം നോക്കട്ടെ. അല്ലേ വേണ്ട, ഞാൻ പോയി വുഡ് ഒപ്പിക്കട്ടെ. ഓക്കെ, ഞങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് വീണ്ടും കാണാം. അങ്ങനെ ഫുൾ അയൺ ആർമറായിരിക്കുകയാണ്. ഞാൻ എനിക്ക് 3rd പേഴ്സണിലാക്കി. ഇവിടെ ഞാൻ കണ്ടില്ലേ, ഇവിടെ ഞാൻ അയൺ ആർമർ. ഈ 3rd പേഴ്സൺ ഞാൻ പറഞ്ഞല്ല, ഇത് ന്യൂവസ്റ്റ് പേഴ്സൺ. പുതിയ പേഴ്സണിലാണെങ്കിൽ ഇതിൻ്റെയൊക്കെ കൂടെ തന്നെ ഇവിടെ 3rd പേഴ്സൺ ആക്കാറുണ്ട്. അത് ഞാൻ എത്ര പെട്ടെന്ന് അയക്കി അപ്ഗ്രേഡ് ചെയ്യണം. ആ വീഡിയോയിലല്ലേ ഫസ്റ്റ് പേഴ്സൺ, 3rd പേഴ്സൺ, ഫ്രണ്ട് കണ്ടില്ലേ? കച്ചക്കാണ് ഞാൻ. അയൺ ആർമർ എന്താ ടൂൾസ്. ഇപ്പം സെറ്റിംഗ് ഒക്കെ വരുത്താനും പറ്റില്ല. ഓക്കെ, ഫസ്റ്റ് പേഴ്സൺ. ഇത് ഫസ്റ്റ് പേഴ്സൺ ഗെയിം തന്നെയല്ലേ? എന്താ അപ്പം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അതുമായിരിക്കും അടുത്ത എപ്പിസോഡ് കാണുന്നത്. ഞാൻ കുരുട്ടിക്കട്ടെ. ടാറ്റ ബൈ ബൈ. ടാറ്റ ബൈ ബൈ.